ഹലോ ഗായ്സ്, ഇന്ന് നല്ല മുളകിട്ട് വെച്ച മാന്തലുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്താ പിന്നെ അതിന്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായി ഇതേ 3 തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നന്നാക്കി വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായി ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ മെയിൻ ഐറ്റം ആണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. തക്കാളിയിൽ അത് എന്ത് മുളകും ചാറ് അല്ലേ. തക്കാളി തന്നെയാണ് അതിൻ്റെ ഒരു മുളകും ചാറിൻ്റെ ഒരു പ്രത്യേക രസം കൊണ്ടുവരുന്നത്. തക്കാളിയും അതുപോലെ തന്നെ കൂൽപ്പുളിയും അത് രണ്ടും ഇല്ലാതെ മിളകും ചാറ് വെക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ദേ തക്കാളിയൊക്കെ കുനുകുന അരിഞ്ഞെടുത്തിട്ട് ദേ പച്ചമുളകും കൂടി ഒന്ന് നടു ചീന്തിയിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഉടച്ചു കൊടുത്തതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഒന്നും കൂടി കട്ടി ഗ്രേവി ഒക്കെ വേണമെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ വരെ ആക്കാം കേട്ടോ. അതിന് ശേഷം ദേ നേരെ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ച് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെച്ചത് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. ആ വിപ്പ് തന്നെയാണ് കേട്ടത്. അല്ലാണ്ട് എൻ്റെ റെസിപ്പി എന്നൊന്നും പറയില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെ വെക്കുക. അതും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇങ്ങനെയും ഞാൻ വെക്കാറുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു വെപ്പാണ്, നമുക്ക് വേഗം സംഭവം റെഡിയാക്കാം. അങ്ങനെ തക്കാളി ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് കോൽപ്പുളി വെള്ളത്തിലിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഞെരടി എടുത്തത് തക്കാളി വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അതിൻ്റെ വെള്ളം. അപ്പം അതെന്നെ വീണ്ടും കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഞാൻ വീണ്ടും അതിലിട്ടൊന്ന് ഞെരടിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള പുളിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള മാന്തലിട്ട് കൊടുക്കാം കേട്ടോ. മാന്തലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ല കുറുകെ ചാറ് കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഒരു ചന്തത്തിന് വേണ്ടി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ മുളകിട്ട് വെച്ച മാന്തൽ കറി റെഡി ആയിട്ടാ. മുളകിട്ട് വെക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.